ജന്മനാ പ്രകൃത്യാ ശത്രുക്കളും പരസ്പരം ആഹാരങ്ങളുമായിരിക്കെ കൂടെ അതൊന്നും പരസ്പരം തിന്നുകയോ കൊല്ലുകയോ വഴക്ക് കൂടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു അശാന്തിയും അതിൻ്റെ പേരിൽ ആ കുടുംബത്തിലുണ്ടായിട്ടില്ല. ഇതാണ് ഹിന്ദുവിൻ്റെ മാതൃകാ കുടുംബം. മനസ്സിലായില്ലേ? അതായത് സിംഹത്തിൻ്റെ സ്വഭാവമുള്ളവൻ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാം, പാമ്പിൻ്റെ വിഷമുള്ളവനും നമ്മുടെ കുടുംബത്തിലുണ്ടാവാം, അല്ലേ? മയിലിൻ്റെ സ്വഭാവമുള്ളവരും ഉണ്ടാകും, മൂഷികൻ്റെ സ്വഭാവമുള്ള ധാരാളം പേരുണ്ടാവും. അങ്ങനെ ഇത്രയും ആളുകൾ, ഈ വിവിധ സ്വഭാവങ്ങളുള്ള ആളുകൾ എല്ലാവരും കൂടെ ഒരു കുടുംബത്തിലുണ്ടെങ്കിലും ശരി, ശിവൻ, പാർവതി, ലോകപിതാവ്, ലോകമാതാവ് എന്നുള്ള ഒരു ഈശ്വര സങ്കല്പം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ ഏത് കുടുംബവും വളരെയധികം ശാന്തമായി, സ്വച്ഛമായി, ശക്തമായി, കെട്ടുറപ്പോടുകൂടി, സമാധാനത്തോടുകൂടി ജീവിക്കും. അപ്പോൾ എന്താണ് നഷ്ടപ്പെടുന്നത്? ഈ ശിവനും പാർവതി അങ്ങ് മാറിയാൽ അവിടെ അവസ്ഥ എന്തായിരിക്കും? ഈ ശിവനും പാർവതിയും ഉള്ളത് കൊണ്ടാണ് ഇവരൊക്കെ അടികൂടാതെ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? നമുക്കറിയാം, അച്ഛനും അമ്മയും മരിച്ചുപോയ ചില കുടുംബങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. വേണ്ട, അച്ഛൻ മാത്രം മരിച്ചുപോയ ചില കുടുംബങ്ങളുടെ അവസ്ഥയും നമുക്കറിയാം. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത്? കുടുംബത്തിൻ്റെ സങ്കല്പം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. കുടുംബത്തിലൂടെയാണ് സംസ്കാരം തലമുറ കൈമാറി വന്നത്. പോയിരുന്ന് നാമം ജപിക്കട എന്ന് പറയാതെ നമ്മൾ കൂടെ പോയിരുന്ന് ജപിക്കുമ്പോൾ ആ കുഞ്ഞും കൂടെ വന്നിരുന്ന് ജപിക്കും. നമ്മൾ ഒരിക്കലും കൊച്ചുകുട്ടികളെ നമ്മൾ ഉപദേശിക്കരുത്. നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് കൊച്ചുകുട്ടികൾ ചെയ്യുന്നത്. അനുകരിക്കാൻ മാത്രമാണ് കുട്ടികൾക്കറിയുക. കുട്ടികൾക്ക് മാത്രമല്ല, ഇനി പട്ടികൾക്കും അത് തന്നെയാണ്. പട്ടിക്കുട്ടികളെ കണ്ടിട്ടുണ്ടോ? തള്ള ചെയ്യുന്നത് കണ്ടു ചെയ്യും. പൂച്ചയെ കണ്ടിട്ടുണ്ടോ? തള്ള ചെയ്യുന്നത് കണ്ടു ചെയ്യും. പശുവും കാളയും മൃഗങ്ങളും പക്ഷികളും എല്ലാം അതിൻ്റെ പാരൻസിനെ, മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നോ അതിനെ അനുകരിക്കും. അങ്ങനെ അനുകരിക്കാൻ ഉള്ള ഒരവസരം കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ എന്താണോ ചെയ്യണമെന്ന് നമ്മൾ അവരോട് പറയുന്നത് അത് നമ്മളങ്ങ് ചെയ്യണം. നമ്മൾ ഒരിക്കലും കുട്ടികളെ ശാസിക്കേണ്ടി വരില്ല, അവരെ ഉപദേശിക്കേണ്ടി വരില്ല. ഇപ്പം നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് കുട്ടികളത് ചെയ്യാത്തത്. നമുക്ക് TV കാണണം, സീരിയൽ കാണണം, ആ സമയത്ത് കുട്ടികളോട് പോയി നാമം ജപിക്കാൻ പറഞ്ഞാൽ പറ്റുമോ? അപ്പോൾ ഈ ഒരു അവസ്ഥ മാറി നമ്മൾ വരണം. കുടുംബങ്ങൾ ശക്തമാകണം. ഇന്ന് കുടുംബമല്ല ശക്തമാകാൻ നമ്മുടെ ആളുകൾ പറയുന്നത് സ്ത്രീ ശാക്തീകരണം, അല്ലേ? സ്ത്രീ ശാക്തീകരണം. അങ്ങനെ സ്ത്രീക്ക് എങ്ങനെയാണ് ശക്തി കിട്ടും? പുരുഷനില്ലെങ്കിൽ പറ്റുമോ? സപ്പോർട്ടിന് അച്ഛൻ വേണ്ടേ? ശരി, ഭർത്താവ് വേണ്ടേ? അതുമില്ല മക്കൾ വേണ്ടേ? അതുമില്ല സഹോദരന്മാർ വേണ്ടേ? അപ്പോൾ ഒരു കുടുംബത്തിൽ മാത്രമേ സ്ത്രീ ശാക്തീകരണം നടക്കൂ. അതുകൊണ്ട് സ്ത്രീ ശാക്തീകരണം എന്നുള്ളതിലുപരി അത് വന്നോട്ടെ, കുടുംബ ശാക്തീകരണം ഉണ്ടാകണം എന്നുള്ള മഹത്തായ ഒരു സങ്കല്പം മനസ്സിൽ വെച്ചുകൊണ്ട് ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ സങ്കല്പത്തിൽ ശ്രീരാമദാസ മിഷന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലാകമാനം എല്ലാ ജില്ലകളിലും, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എല്ലാ ജില്ലകളിലും ജനുവരി 5-ാം തീയതി മുതൽ 25-ാം തീയതി വരെ കുടുംബ സമീക്ഷ, ഹിന്ദു കുടുംബ സമീക്ഷ നടക്കുക. കുടുംബങ്ങൾ ഒരുമിക്കണം. കുടുംബങ്ങൾ